നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ റീഡിങ്, ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാം. നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് നമുക്ക് നോക്കാമെന്ന്. ഇന്ന് നമുക്ക് സിമ്പിൾ കാര്യങ്ങൾ തന്നെ എടുക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നോക്കാം, കറണ്ട് ഫീലിങ്സ്. ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുക, എന്തായിരിക്കും അവരുടെ ഫീലിങ്സ് എന്ന് നോക്കാം. ആൻഡ് അവരുടെ മെസ്സേജസ് നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മെസ്സേജസ് നോക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് പോകാം നമുക്കിന്ന്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങളോട് എന്താണ് ഇന്നത്തെ ദിവസം എന്തായിരിക്കും അല്ലേ? നമ്മൾ രാവിലെ അല്ലേ ഇത്. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ്. ലെറ്റ്സ് ഓക്കെ, പേജ് ഓഫ് സോർഡ്സ്, 9 of Pentacles, 6 of Cups, King of Wands and 4 of Wands. കുറച്ച് പേർക്ക് ഇവിടെ ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു സെപ്പറേഷൻ കാണുന്നുണ്ട്. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക്. ഓക്കെ, ഒന്ന് മിസ്സിങ് എനർജി ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഇവിടെ 9 of Wands ഉണ്ട്. കുറച്ച് പേർക്ക് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വഴക്കായിട്ട്, കാരണം ഇവിടെ Queen of Swords ഉണ്ടായിരുന്നു വഴിയിൽ. ഓക്കെ, സോ നിങ്ങൾ ചിലപ്പോൾ വല്ല വഴക്കായി കാണാം. വഴക്കായിട്ട് കുറച്ച് പേർക്ക് ചിലപ്പോൾ ഒരു ബ്ലോക്ക് ചെയ്ത് പോവുക, അങ്ങനത്തെ വല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ ജസ്റ്റ് എന്തെങ്കിലും കാരണം കൊണ്ട് ബിസി ആയിട്ടോ എന്തെങ്കിലും ചിലപ്പോൾ മാറി നിൽക്കുന്നതും ആയിരിക്കാം. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളായിട്ട് മാറി നിൽക്കുന്നതായിരിക്കാം. ഇവിടെ ഒരു മിസ്സിങ് എനർജി നല്ലോണം ഉണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പേഴ്സൻ്റെ ഭാഗത്ത് ഇന്ന് എനിക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളുടെ മേ ബി നേരിട്ട് കോൺടാക്ട് ചെയ്തു എന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ അന്ന് ആ ഒരു സെപ്പറേഷൻ്റെ കാര്യം പറഞ്ഞത്. കുറച്ച് പേർക്ക് സെപ്പറേഷൻ, കുറച്ച് പേർക്ക് ബ്ലോക്ക്, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ജസ്റ്റ് ഒരു അകൽച്ച, എന്തെങ്കിലും. ഓക്കെ, സൈലൻ്റ് ആയിട്ടിരിക്കുക, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. കാരണം ഇവിടെ ഒരു തനിച്ചിരിക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒന്ന് മാറിയിരിക്കുന്ന പോലെ, തനിയെ ഇരിക്കുന്ന പോലെ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓക്കെ, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും അവർ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെന്താ ചെയ്യണം, നിങ്ങളെന്താ പോസ്റ്റ് ചെയ്യുന്നത്, ഓൺലൈൻ ഉണ്ടോ, വന്നോ പോയോ, അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, ബട്ട് അവരിങ്ങനെ മറിഞ്ഞിരുന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങളെ വാച്ച് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. മിസ് ചെയ്യുന്നുമുണ്ട്, എവിടെയോ നിങ്ങൾ മിസ്സിങ് ഉണ്ട്. നിങ്ങളുമായിട്ടുള്ള സമയങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണിനെ കുട്ടികളുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവാം. ഓക്കെ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം മാറി നിൽക്കുന്നത്, അങ്ങനെയും പറയാം. മാരീഡൊക്കെ ആണെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ കുട്ടികളോ ഫാമിലിയോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിൽ ചിലപ്പോൾ ബിസി ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേര്, ഓരോരുത്തർക്ക് ഓരോന്നാണ്. ആൻഡ് ഇവിടെ 9 of Pentacles കാണുമ്പോൾ മേ ബി നിങ്ങളായിരിക്കും ചിലപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ പേഴ്സണിന് തോന്നുന്നത് നിങ്ങളിപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണ്, അതായത് നിങ്ങൾക്ക് അവരെ ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം വാച്ച് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന പോലെയും നിങ്ങൾ വളരെ ഹാപ്പിയാണ്, സന്തോഷമാണ്, നിങ്ങൾക്ക് അവരെ ആവശ്യമില്ല എന്ന രീതിക്കാണ് അവർക്ക് തോന്നുന്നുണ്ടാവുക. ചിലപ്പോൾ അതുകൊണ്ടും ആയിരിക്കാം ഒന്ന് മാറി നിൽക്കുന്നത്. ഓക്കെ, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മേ ബി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോലും എവിടെയോ അവർ നിങ്ങളുടെ മേലൊരു കണ്ണ് വെക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് നല്ലോണം ഉണ്ട്. കിങ് ഓഫ് വാൻഡ്സ് ഉണ്ട്. യെസ്, അവർക്ക് ഒരുപാട് ഫീലിങ്സ് ആണ് നിങ്ങളോട്. അറ്റാച്ച്മെന്റ് ഉണ്ട്, അട്രാക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പാഷൻ ഉണ്ട്, പാഷനേറ്റ് ആയിട്ട് മുന്നോട്ട് വരണം എന്ന രീതിക്കാണ്. എൻ്റെ ഇവിടെ ഒരു സ്റ്റഡി ആയിട്ട് സ്റ്റേബിൾ ആയിട്ടൊരു കണക്ഷൻ ആണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിൽ വളരെ സ്റ്റഡിനെസ് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, മേ ബി നമുക്ക് ഇങ്ങനെ എടുക്കാം. മേ ബി തുടക്കത്തിൽ രാവിലെ കാലത്ത് നിങ്ങളിത് കാണുന്ന സമയത്ത് വേണമെങ്കിൽ പേഴ്സൺ ഒരല്പം മാറി നിൽക്കുന്നുണ്ടാവാം. ബട്ട് മേ ബി ഈവനിങ് ആകുമ്പോഴേക്കും ഒരു ചേഞ്ച് നമുക്ക് കാണാം എന്നും പറയാം. ഓക്കെ, മേ ബി നിങ്ങളെ വാച്ച് ചെയ്ത് അവസാനം അവർ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ തീരുമാനിക്കുന്ന പോലെ. ഓക്കെ, അവർക്ക് നിങ്ങളെ മേ ബി നിങ്ങളെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ അവർക്ക് സഹിക്കുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പം അങ്ങനെ ആ ഒരു മിസ്സിങ് എനർജി വന്നിട്ട് അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അങ്ങനെയായിരിക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കും ഐ തിങ്ക് ഒരു മേ ബി നിങ്ങൾ തമ്മിലൊരു സംസാരം വന്ന് ഒരു അതും കാണുന്നുണ്ട്. യെസ്, അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക്. ഓക്കെ, എന്തായാലും ഫീലിങ്സ് നെഗറ്റീവ് ഒന്നുമില്ല അവിടെ. ഓക്കെ, പേഴ്സൺ നിങ്ങളോട് പാഷനേറ്റ് ആയിട്ട് ഫീലിങ്സ് ഉണ്ട്, ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. ഒരു 1-2 കാർഡ് കൂടി ഞാൻ എടുക്കാം. മിസ്സിംഗ് ഉണ്ട്. യെസ്, 6 of Pentacles, 8 of Wands, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ആള് ഒരു ഡബിൾ മൈൻഡിലാണ്. കുറച്ച് നേരം ആൾക്ക് ഒന്ന് സൈലൻ്റ് ആയിട്ട് മാറിയിരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. എല്ലാം ഇങ്ങനെ മറച്ചു വെച്ച് മാറ്റി വെച്ച് ഒന്നും പറയാതെ തുറന്നു പറയാതെ ഒക്കെ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യം അങ്ങനെയാണ് എനർജി വരുന്നത്. അത് കഴിയുമ്പോൾ പക്ഷെ അവർ പിന്നെ ഒരു ബാലൻസിലേക്ക് വരികയും ചെയ്യും. ഓക്കെ, പിന്നീട് അവർ കുറച്ച് അഗൈൻ വീണ്ടും കണ്ടു, ഇത് ഹെർമിറ്റ് ആണ്, തനിച്ചിരിക്കുന്ന കാർഡാണ്. സോ ഒന്ന് മാറിയിരിക്കുന്ന ഒരു നിങ്ങൾക്ക് തന്നെ തോന്നുന്നത് എന്താ പറ്റിയെന്ന് ഒരു കൺഫ്യൂസിങ് എനർജിയാണ് ഇന്നത്തെ. കുറച്ച് നേരം തനിച്ചിരിക്കുന്ന പോലെയുണ്ട്. അത് കഴിഞ്ഞാൽ പക്ഷെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. രണ്ടും ഉണ്ട്. ഓക്കെ, ഒരല്പം പക്ഷെ അവർ മേ ബി ഉള്ളിലേക്ക് വലിഞ്ഞ് ചിലപ്പോൾ നോക്കുന്നതായിരിക്കും, അവനവനെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കാം.
ഇതുവരെ നിങ്ങൾക്ക് ന്യായമായത് അവർ ചെയ്തിട്ടില്ലെങ്കിൽ, ഈക്വലായിട്ട് നിങ്ങൾക്ക് ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ അത് ആലോചിക്കുമ്പോൾ അവരൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അവർ കുറച്ച് ചിന്തിച്ച് മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ കോംപ്രമൈസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. യെസ്, ഐ തിങ്ക് ഒരു സെപ്പറേഷനോ വലുതും ഉള്ളവരും അവരായാലും ഐ തിങ്ക് ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ തീർച്ചയായിട്ടും ചിന്തിക്കും. ഓക്കെ, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണമെന്ന് കാണുന്നുണ്ട്. ഒരു മെസ്സേജ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. 8 of Wands ആണ്, മൂവ്മെന്റ് ആണ്. സോ ഒരു ചേഞ്ചസ് പെർസെൻറ്റേജ് ഐ തിങ്ക് ഇന്ന് രാവിലെയുള്ള വ്യക്തിയായിരിക്കില്ല വൈകിട്ടാവുമ്പോഴേക്കും. ഓക്കെ, ഒരു മാറ്റം നിങ്ങൾ കാണും. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. രാവിലെ എണീക്കുമ്പോൾ ആൾ വല്ലാതെ ശരിയല്ലാത്തൊരു മൂഡായിരിക്കും, പക്ഷെ അത് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു എനർജി ചേഞ്ച് കാണുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ പേഴ്സൺ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. നമുക്ക് മെസ്സേജസ്. ഐ ആം സോ പ്രൗഡ് ഓഫ് എവറിത്തിങ് യു ഡു. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളാണ് ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്നത്. അത് തന്നെയാണ് ഒരു പ്രശ്നം. ആഹാ, ഐ ഫൈൻഡ് യുവർ ഇന്നർ വിസ്ഡം റിയലി അട്രാക്റ്റീവ്. യെസ്, ഐ ലവ് അവർ ഡീപ്പ് കോൺവെർസേഷൻസ്, ദേ ഓപ്പൺ മൈ മൈൻഡ്. ഓക്കെ, യു ആർ മൈ ലക്കി ചാം സിൻസ് ഐ മെറ്റ് യു. ഓക്കെ, ഒരു കാര്യം ചെയ്ത് പറഞ്ഞിട്ട് ഇവിടെ പറയുന്ന നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൗഡ് ഫീലിംഗ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ സ്വന്തം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നല്ല രീതിക്ക് നിങ്ങൾ ജോലിയിലായാലും നിങ്ങളുടെ ലൈഫായാലും നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവർക്കത് പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓ, നിങ്ങളതൊക്കെ അച്ചീവ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വളരെയധികം അഭിമാനമുണ്ട് അവർക്ക്. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം അവരുള്ളിൽ പേടിയുണ്ട്, ഉറപ്പാണ്. ഓക്കെ, ഒരു ചെറിയ പേടിയുണ്ട്, ഇതൊക്കെ അച്ചീവ് ചെയ്ത ആൾ എന്നെ വിട്ടു പോവോ എന്ന രീതിക്ക് ഒരു പേടി വരുന്ന പോലെയുണ്ട്. നിങ്ങളുടെ ഇന്നർ വിസ്ഡം അവർക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നാറുണ്ട്. നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ഐ തിങ്ക് ഇത് മൂന്നും പറയുന്നത് നിങ്ങളുടെ വിസ്ഡം അങ്ങനത്തെ കാര്യങ്ങളാണ്. യെസ്, നിങ്ങളെ പൊഴുത്തുന്നുണ്ട് പേഴ്സൺ എന്തായാലും നന്നായിട്ട്. നിങ്ങൾ തമ്മിലുള്ള കൺവെർസേഷൻ, ഓക്കെ, നിങ്ങൾ വളരെ ഡീപ്പായിട്ടൊക്കെ സംസാരങ്ങളിലേക്ക് പോകുന്നുണ്ടാവും. കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അത് അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. യു ആർ മൈ ലക്കി ചാം സിൻസ് ഐ മെറ്റ് യു, ഐ ഹവ് മാനിഫെസ്റ്റഡ് ഓൾ സോർട്സ് ഓഫ് തിങ്സ്. നിങ്ങൾ അവരെ ലൈഫിൽ വന്ന ശേഷം അവർക്ക് എന്തൊക്കെയോ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ അവരെ ലക്കി ചാമാണ് എന്ന് പറയുന്നത്. കുറച്ച് പേർക്ക് യെസ് അങ്ങനെ തോന്നുന്നുണ്ട്. ഐ റോട്ട് യുവർ ലെറ്റർ ഓൺ പേപ്പർ ബട്ട് ഐ എം ടു അഫ്രൈഡ് ടു ഷോ ഇറ്റ് യു. നിങ്ങളോട് യെസ് ഫീലിങ്സ് ഒക്കെ ഉണ്ട്, സ്നേഹമുണ്ട്. ചിലപ്പോൾ മെസ്സേജ് ആയിരിക്കും കേട്ടോ, ലെറ്റർ പേപ്പറിലാവണം നിർബന്ധമില്ല. ചിലപ്പോൾ മെസ്സേജ് എഴുതിയിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളെ കാണിക്കാതെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണോ. ഓക്കെ, വേറെന്താ പറയാനുള്ളത് നോക്കട്ടെ. ഐ ഡേ ഡ്രീം ഓഫ് അവർ ഫ്യൂച്ചർ ടുഗെദർ. യെസ്, നിങ്ങളെക്കുറിച്ച് ദിവാസ്വപ്നം കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. പകൽക്കിനാവ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒന്നിച്ചുള്ള ഒരു ഫ്യൂച്ചർ അവർ സ്വപ്നം കാണുന്നുണ്ട്. ഐ നോ ഹൗ സ്ട്രോങ് യു ആർ. എക്സാക്ട്ലി, നിങ്ങൾ വളരെ സ്ട്രോങ് ആണെന്ന് അവർക്ക് അറിയാം. ഓക്കെ, നിങ്ങളുടെ ക്വീൻ ഓഫ് സോർട്സും ഞാൻ നേരത്തെ പറഞ്ഞു. സോ എവിടെയോ നിങ്ങളുടെ ഒരു പവർ അവർ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ അവർക്ക് തോന്നുന്നത്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നടന്നു പോകുന്നുണ്ടാവാം അവരില്ലെങ്കിലും. ഓക്കെ, അപ്പോൾ അവർക്കിപ്പോൾ ഫീൽ തോന്നുന്നത് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണെന്നറിയാം, നിങ്ങൾ സ്ട്രോങ് ആണെന്നറിയാം, പക്ഷെ നല്ലൊരു പ്രൊട്ടക്റ്റീവ്നെസ്സും ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി യെസ്, നിങ്ങളെ അവർ വിട്ട് കളയാനും ആഗ്രഹിക്കുന്നില്ല, പ്രൊട്ടക്റ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഓ മൈ ഗോഡ്, ഐ ലവ് യു. വേറെ എന്തെങ്കിലും വേണം. ഓക്കെ, യെസ്, നിങ്ങളോട് ഫീലിങ്സ് തീർച്ചയായിട്ടും ഉണ്ട്. ഇന്നത്തെ ദിവസം കുറച്ച് രാവിലെ എണീക്കുമ്പോൾ ഒരു ലേശമായിട്ട് ഒരു കൺഫ്യൂഷനിൽ എണീക്കും. വാവ്, സോ ദിസ് ഇസ് ഹൗ റിയൽ ലവ് ഫീൽസ് ലൈക്ക്. യെസ്, അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ദാറ്റ് നിങ്ങളുമായിട്ട് ഉള്ള റിലേഷൻഷിപ്പ് ശരിക്കും ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു ലവ് ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്നേഹം അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുമായിട്ട്. ഓക്കെ, ഐ കാൺ വെയിറ്റ് ടു സീ യു അഗൈൻ എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ മീറ്റ് ചെയ്യാൻ. ആക്ച്വലി ആ 8 of Wands നമുക്ക് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ട്രാവൽ ചെയ്ത് വരാനുള്ള സാധ്യത കൂടി ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഒക്കെ ചിലപ്പോൾ പ്ലാൻ ചെയ്യാനുള്ള സഡൻ പ്ലാൻ ആയിരിക്കാം ചിലപ്പോൾ. ഓക്കെ, ചിലപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പറയും വൈകിട്ട് കാണാം എന്ന് പറഞ്ഞേക്കാം. സോ അങ്ങനെ കുറച്ച് പേർക്ക് വരാം. സോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക അതൊക്കെ. ഓക്കെ, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, പേഴ്സൺ യെസ് എന്നെ വിളിച്ചിരിക്കും എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഹാപ്പി ആയി നടക്കാം. അത് കാത്തിരിക്കലല്ല, നിങ്ങൾ ഹാപ്പി ആയിട്ട് നടക്കാം. ഓക്കെ, സോ അവരൊന്ന് കാണട്ടെ നിങ്ങളങ്ങനെ, അവരൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യട്ടെ എന്ന് പറയില്ലേ. ഓക്കെ, എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കൂ. നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.